അല്ല അതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അതെ ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. അല്ലാതെ വേറൊരു രേഖാപരമായ തെളിവോ അല്ലെങ്കിൽ പരാതിയോ ഇല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ടും കൂടിയാണ് സസ്പെൻഷൻ. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ ഊതി പെരുപ്പിച്ച കാര്യങ്ങൾ, പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് പറയാൻ കഴിയും? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അത് രാഹുൽ ആലോചിക്കും, ഞാനല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അവകാശമാണ്. അത് ചെയ്യുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഗുരുതരമായ സ്റ്റേറ്റ്മെന്റ് ആണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണെന്ന്. ഒരു സംശയമില്ല. മാധ്യമങ്ങൾ ആഘോഷിച്ച് കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ. ഇതിനു മുമ്പ് മുൻ MLA പാലക്കാട് ആരാ സംരക്ഷിക്കുന്നത്? പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത്. നേതാക്കന്മാര് സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമ്മത നേതാക്കളല്ലേ. അതൊക്കെ നിങ്ങൾ കണ്ണടക്കുന്നു, ഇരുട്ടാക്കുന്നു. നിങ്ങൾ പറഞ്ഞോ? അത് ആരാരോപിച്ചു? നിങ്ങൾ കൈരളിച്ചാണ്. എന്റെ അറിയില്ല. ശബ്ദ സന്ദേശം നിങ്ങൾ അതില് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിയമവ്യവസ്ഥയല്ല. നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ നാലാം തൂണാണ്. എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ, നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് ശരിയാണ്.